ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിൻ്റെ പാർട്ട് 7 ഞാൻ മിക്കവാറും ഇനി ഒരു അടുത്ത വീക്കെൻഡ്, അതായത് അടുത്ത സാറ്റർഡേ അടുത്ത സൺഡേ കൊണ്ട് ഞാൻ ഈ പാഠം തീർക്കും. ഒരു 6 ക്വസ്റ്റ്യൻസേ ബാക്കിയുള്ളൂ. അതിൽ ഇന്ന് കുറച്ച് ടഫായിട്ടില്ല, ടഫ് എന്നല്ല, കുറച്ച് ലെങ്തി അവിടെ കുറച്ച് അധികം കാൽക്കുലേഷൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കാൽക്കുലേറ്റ് പി എച്ച് ഓഫ് റിസൾട്ട് ആൻഡ് മിക്സർ. ഇത് രണ്ടും കൂടിയിട്ട് രണ്ട് സാധനങ്ങളുണ്ട്, രണ്ടും കൂടി ചേർന്ന് ഉണ്ടാകുന്ന മിക്സറിന് എന്താ കണ്ടുപിടിക്കണം? പി എച്ച് കണ്ടുപിടിക്കണം. പിന്നെ ഫസ്റ്റ് ഇതിൽ എന്താ തന്നിട്ടുള്ളത്? 10 ml of 0.2 മോളർ. അപ്പോൾ ഇത് വോളിയം, ഇത് മോളർ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ, വോളിയം കോൺസെൻട്രേഷൻ. 10 ml of 0.2 മോളർ CaOH ട്വൈസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് തോന്നുന്നു. പിന്നെ 25 ml of 0.1 മോളർ HCl. ഇതിൻ്റെ റിസൾട്ടൻറ്റ് മിക്സറിൻ്റെ പി എച്ച് കണ്ടുപിടിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കമ്പയർ മില്ലി മോൾസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അപ്പോൾ ഇത് ആസിഡാണ്, ഇത് ബേസ് ആണ്. അപ്പോൾ ടു ഫൈൻഡ് നേച്ചർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഈ നേച്ചർ അസിഡിക് ആണോ ബേസിക് ആണോ അത് ന്യൂട്രൽ ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇഫ് മില്ലി മോൾസ് ഓഫ് ആസിഡ് ആർ മോർ, ദ റിസൾട്ടൻറ്റ് മിക്സർ ഇസ് അസിഡിക്. അപ്പോൾ അസിഡിക് ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവും? ഇതിൻ്റെ മില്ലി മോൾസ് ആസിഡിൻ്റെ ആണ് കൂടുതലെങ്കിൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് അസിഡിക് ആണ്. മില്ലി മോൾസിൻ്റെ ബേസാണ് കൂടുതലെങ്കിൽ ബേസിക് ആണ്. ഇഫ് മില്ലി മോൾസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് രണ്ടും ഈക്വൽ ആണെങ്കിലോ അതാണ് ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? പി എച്ച് കണ്ടുപിടിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. ബേസ് CaOH ട്വൈസ്, ആസിഡ് HCl. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഈ പറഞ്ഞ ഡൈല്യൂഷൻ ഇക്വേഷൻ M1V1 = M2V2. M1 എന്ന് പറയുന്നത് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് 2 ഇൻറ്റു കാരണം 2 OH, അതായത് രണ്ടെണ്ണം ഉണ്ട് ഈ സാധനം OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ 2 ഇൻറ്റു നമ്മൾ കോൺസെൻട്രേഷൻ എത്ര? 0.2 മോളർ. അപ്പോൾ 0.4 മോളാർ. V1 എന്ന് പറയുന്നത് 10 ml തന്നിട്ടുണ്ട്. M2 എന്ന് പറയുന്നത് 0.2 m, അതായത് മോളാർ. V2 എന്ന് പറയുന്നത് 25 മോളാർ. അപ്പോൾ ഇവിടുത്തെ എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. M1V1 = M2V2. ഇതിൽ ഏതാ കൂടുതൽ വലിയ വാല്യൂ നമുക്ക് നോക്കാം. അപ്പോൾ 0.4 × 10 = 0.1 × 25. അപ്പോൾ അതായത് 0.4 എന്ന് പറയുമ്പോൾ 4 × 10⁻⁻1 × 10. അപ്പോൾ 10⁻⁻1 10 കൂടി ക്യാൻസൽ ആയിപ്പോയി. 0.1 എന്ന് പറയുന്നത് 10⁻⁻1 അല്ലെങ്കിൽ 1/10 × 25. അപ്പോൾ ഇത് ഒരു സ്ഥാനം ഒരു 0 വന്ന് 2.5 ആയി. അപ്പോൾ ഇതെന്തായി മാറി? ഇത് 4 ഇത് 4, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 4 കിട്ടി, റൈറ്റ് ഹാൻഡ് സൈഡ് 2.5. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4 എന്ന് പറയുന്നത് 2.5-നേക്കാളും ഗ്രേറ്റർ അല്ലേ? അപ്പോൾ ഈ M1V1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറഞ്ഞ നമ്മളെ CaOHൻ്റെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷനാണ്. അപ്പോൾ ഇതിൻ്റെ മില്ലി മോൾസാണ് ജാസ്തി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ബേസിൻ്റെ മില്ലി മോൾസ് ജാസ്തി ആയതുകൊണ്ട് സൊല്യൂഷൻ ഈസ് ബേസിക്. യെസ്, അപ്പോൾ നമുക്ക് മനസ്സിലായി സൊല്യൂഷൻ ബേസിക് ആണ്. അപ്പോൾ M1V1 > M2V2, ഹെൻസ് സൊല്യൂഷൻ ഈസ് ബേസിക് ആണെന്ന് മനസ്സിലായി. അത് ഓർഡർ അങ്ങനെ തന്നെ എടുത്താൽ മതി, കാരണം ഇവിടെ എല്ലാത്തിലും വ്യത്യാസമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഏതാണോ നമ്മളിപ്പോൾ ഏത് സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്, എല്ലാം മില്ലി മോൾസ് ആണ് കൂടുതലുള്ളത്, അതായിരിക്കും എൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇപ്പോൾ HClൻ്റെ ഇത് ഈ കാൽക്കുലേറ്റ് ചെയ്താൽ ഇപ്പോൾ അതിൻ്റെ മില്ലി മോൾസ് ആയിരുന്നു കൂടുതൽ, നമ്മളിപ്പോൾ പറയുന്നത് സൊല്യൂഷൻ ഈസ് അസിഡിക്. നമുക്കത് വരുന്ന ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നോക്കാം ആരെ അസിഡിക് ആരെ ബേസിക് എന്നല്ലോ. ഇവിടെ തൽക്കാലത്തേക്ക് സൊല്യൂഷൻ ബേസിക് ആണ്. അപ്പോൾ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? M1V1 - M2V2 / V1 + V2. ഇതൊരു ഫോർമുലയാണ്. അപ്പോൾ M1V1 എത്ര? 4 -M2V2 2.5, V1 10 ml, V2 25 ml. ഇത് ചെയ്യുന്ന ഇത് 0.043 മോളാർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് PH ഇത് ഡയറക്റ്റ് കിട്ടൂല, OH മൈനസ് കിട്ടിയിരിക്കും. നമുക്ക് ഒരു കാര്യം ചെയ്ത് ആദ്യം POH കണ്ടുപിടിക്കുക. POH എങ്ങനെ കണ്ടുപിടിക്കുക? -log എന്ത് ചെയ്യുക? OH, അതായത് -log OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ. ഇവിടെ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 0.043 മോളാർ. -log ഒരു കാര്യം ചെയ്യുക, ഈ 0.043 4.3 × 10⁻² എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് 1.3 അപ്രോക്സിമേറ്റ്ലി കിട്ടും. ഇനി PH എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് PH + POH = 14. അപ്പോൾ POH തന്നിട്ടുണ്ട്, PH ഉണ്ടെങ്കിൽ POH അപ്പുറത്ത് പോട്ടെ. അപ്പോൾ 14 - POH. അപ്പോൾ ഇതാ 14 - ഇതാ POH. അപ്പോൾ എത്ര? 14 - ഈ 1.3. അപ്പോൾ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 12.63 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതേ മെത്തേഡിലാണ് Bയും Cയും ചെയ്യേണ്ടത്. നോക്കാം. B ക്വസ്റ്റ്യന് 10 ml of 0.01 മോളാർ H2SO4. ഓക്കെ, ഹൈഡ്രോ സൾഫ്യൂരിക് ആസിഡ് 10 ml of 0.01 മോളാർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇത് ബേസും ഇത് ആസിഡും. നോക്കാം, നമുക്ക് ഇതേ സ്റ്റെപ്പ് ചെയ്യാം. M1V1 = M2V2. M1V1 എന്ന് പറയുന്നത് അപ്പോൾ 2 ഇൻറ്റു അത് നമുക്ക് M1V1 എന്താ എടുക്കുക? നമ്മളെ ബേസിൻ്റെ ഇതിൽ എടുക്കുക. M2V2 എന്നുള്ളത് ആസിഡിൻ്റെ ആയിട്ട് എടുക്കുക. അപ്പോൾ ബേസിൻ്റെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ 0.01 മോളറാണ്, പക്ഷേ എന്തുണ്ട്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × 0.01. പിന്നെ വോളിയം എത്ര? 10 ml = ഇവിടെ എന്തുണ്ട്? ഇവിടെ കാരണം ഇവിടെ എത്ര ഉണ്ട്? 2H. അതായത് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ OH മൈനസ്. ഇവിടെ എത്ര H+ ഉണ്ട്? 2H+ ഉണ്ട്. ഇതിന്ന് ഇത്
ഇത് 2H++ എന്താണ് SO4 2- ആണല്ലേ വരിക. അപ്പോൾ ഈ 2H+ ഉണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്ന ഫാക്ടറിനെ കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 × 0.01 മോളാർ ഇൻറ്റു നമ്മൾ 10 ml. അപ്പോൾ ഇതാ ഓക്കെ, ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ രണ്ടും ഈക്വൽ ആവും. അപ്പോൾ അതായത് 2 ഇൻറ്റു ഈ 0.01 എത്രയാണ്? ഈ പറഞ്ഞ 10⁻² ഇൻറ്റു 10 10⁻² അല്ലേ? യെസ്, ഈക്വൽ ടു ഇതും എന്താണ് 2 × 10⁻² ഇൻറ്റു 10. അപ്പോൾ നോക്ക് 2 10⁻², 10 2 10⁻². അപ്പോൾ രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ M1V1 ഈക്വൽ ടു M2V2. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? സൊല്യൂഷൻ ഈസ് ബേസിക്. അപ്പോൾ സൊല്യൂഷൻ ബേസിക് എന്നല്ല, സൊല്യൂഷൻ ഈസ് ന്യൂട്രൽ. അപ്പോൾ ഇവിടെ pH ഉം pOH എല്ലാം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്താ? pH എക്സാക്ട്ലി 7 ആണ്. അതായത് ഇപ്പോൾ നമ്മൾ pH സ്കെയിലിൽ 7 ആണ് നടുക്ക് വരുന്ന വാല്യൂ. 14 ഇവിടെ, 0 ഇവിടെ. ഈ 7 ആണ് ന്യൂട്രൽ വാല്യൂ. നമ്മൾ വാട്ടർ എല്ലാം ഏകദേശം 7ൽ വരുന്ന ഒരാളാണ്. ഇതിൻ്റെ ബാക്കോട്ടേക്ക് 7ൻ്റെ ബാക്കോട്ടേക്ക് ആസിഡിക്ക്, 7ൻ്റെ അങ്ങോട്ടേക്ക് ബേസിക്ക്. കറക്റ്റ് 7 വരുവാണെങ്കിലോ എന്താണ്? ന്യൂട്രലാണ്. അപ്പോൾ ന്യൂട്രൽ എന്ന്, അതായത് നമ്മൾ 7 ആണെങ്കിൽ pH 7 ആണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയും. അപ്പോൾ ന്യൂട്രൽ ആണെങ്കിൽ എന്താ? അപ്പോൾ അത് എന്നാൽ റിവേഴ്സ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് pH 7 ആണ്. സിമ്പിൾ. അപ്പോൾ എന്താ? The solution is neutral, hence pH equal to 7. Okay. See question. 10 ml of 0.1 molar H2SO4 ആസിഡും 10 ml of 0.1 molar KOH. ഓക്കെ, KOH ഒരു ബേസ് ആണ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഇതിലേതാണ് വരുന്നത് നോക്കാം. ഇവിടെ എന്തുണ്ട്? അപ്പോൾ M1V1 = M2V2. നമുക്ക് M1V1 എന്നുള്ളത് ആസിഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം, M2V2 എന്നുള്ളത് ബേസിൻ്റെ ഡീറ്റെയിൽസ്. ഞാനിവിടെ പറഞ്ഞ പോലെ H2SO4 2H+ SO4 2- ആണ്. അപ്പോൾ എന്തുണ്ട്? 2H+ ഉണ്ടെങ്കിൽ 2H+ൻ്റെ കോൺസെൻട്രേഷൻ എടുക്കും. അപ്പോൾ 2 × 0.1 മോളാർ ഇൻറ്റു 10 ഈക്വൽ ടു 0.1 × 10. ഇവിടെ എന്തുണ്ട്? എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഇതാ 0.1 × 10, ഇവിടെയും 0.1 × 10. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ 2 ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന M1V1 ആയിരിക്കും ജാസ്തി. അപ്പോൾ M1V1 > M2V2. അപ്പോൾ നമ്മൾ ആസിഡിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ജാസ്തി വരുന്നത്. അപ്പോൾ എന്താ? സൊല്യൂഷൻ ഈസ് ആസിഡിക് എന്ന് മനസ്സിലായി ഇതിന്ന്. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? M1V1 - M2V2 / V1 + V2 ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ M1V1 0.2 × 10 - M2V2 0.1 × 10 / വോളിയം V1 + V2 10 ml + 10 ml 0.05 മോളാർ എന്ന് കിട്ടും. ഇനി pH കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം ഇവിടെ pH ഒന്നുമില്ലല്ലോ, ജസ്റ്റ് pH കണ്ടുപിടിക്കലിന് എന്ത് മതി? നമുക്ക് ഡയറക്റ്റ് H+ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ -log H+ ഡയറക്റ്റ് എന്നാണ് വാല്യൂ കിട്ടിക്കോളും, -log 0.05. അപ്പോൾ എന്താണ് ആൻസർ? 1.3 എന്ന് പറഞ്ഞിട്ട് pH കിട്ടും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്താണ്, ഞാൻ കുറച്ച് അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ഹാങ് ഓവറിലായി. ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഇനി എന്തോ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ബാക്കിയുണ്ട്. അതുകൂടി ചെയ്തിട്ട് പാഠം തീരുന്നില്ല. പക്ഷേങ്കിൽ ഇനി അധിക ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിലായില്ലേ, നമ്മൾ അയോണിക്കലില്ല. ഇത് ഇവിടെ ഇനി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, നമുക്ക് അത് ഇന്നും ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് ചെയ്ത് തീർക്കാൻ നോക്കാം. ഈ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാം. അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഫീനോൾ. ഓക്കെ, +1 മക്കൾക്ക് ഫീനോൾ എന്താണെന്ന് വലിയ പിടുത്തം ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ +2 എത്തുമ്പോൾ ഫീനോളിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവിടെ ചങ്ങയിനൊന്ന് എന്താണ് നിങ്ങൾക്ക് ഹായ് പറയാൻ അവസരം കിട്ടിക്കോളൂ. എന്താണ് അതിന് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എത്ര വന്നിട്ടുണ്ട്? 1 × 10⁻⁻10. വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഫീനോളേറ്റ് അയോൺ ഇൻ 0.05 മോളർ സൊല്യൂഷൻ ഓഫ് ഫീനോൾ? അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. വാട്ട് വിൽ ബി ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇഫ് സൊല്യൂഷൻ ഇസ് ഓൾസോ 0.01 മോളർ ഇൻ സോഡിയം ഫീനോളേറ്റ്? ഓക്കെ, എന്താ ഈ ഫീനോളേറ്റ് എന്ന് പറയുന്നത്? C6H5OH + H2 ഇൻ ഇക്വിലിബ്രിയം വിത്ത് C6H5O-. അതായത് ഫീനോക്സൈഡ് അയോൺ എന്നതിനെ പറയും. അതായത് ഫീനോളേറ്റ് എന്ന് പറയുന്നത് ഇതാ ബെൻസീൻ റിംഗ് വരച്ച് പിന്നെ ഇന്നോൾ O-. ആക്ച്വലി OH ആണ്, പക്ഷേ H+ അടിച്ചുപോയി, ക്ലീവേജ് കാരണം അടിച്ചുപോയി. എന്നാൽ O- ബാക്കിയായി, അതിൻ്റെ നെഗറ്റീവ് ചാർജ് ആയിട്ട്. ഈ സാധനത്തിൻ്റെ പറയുന്ന പേരാണ് ഫീനോളേറ്റ് അല്ലെ ഫീനോക്സൈഡ് അയോൺ. അപ്പോൾ എന്താ പ്ലസ് എന്താണ്? H3O+ ഉണ്ടാവും. കാരണം ഈ H+ എക്സ്ട്രാ ആയിട്ട് ഇവിടെ കയറി വന്ന്. അപ്പോൾ എന്താ? H3O+. Ka എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ എന്താ? C6H5O- നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഏതാ? നമ്മളെ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റ്. ഞാനത് പറഞ്ഞ് തിരിഞ്ഞു പോയി. നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണല്ലോ കാണുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് C6H5O- കോൺസെൻട്രേഷൻ ഓഫ് H3O+ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് C6H5OH. അതാണ് ഫീനോൾ എന്ന് പറയുന്നത്. യൂസിങ് ഓസ്വാൾഡ്സ് ഡൈല്യൂഷൻ ലോ എന്താണ്? C6H5O- കോൺസെൻട്രേഷൻ ഈക്വൽ ടു H3O+. രണ്ടിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണ്. എത്രയാണ്? √Ka × C. ഇതാണ് ആക്ച്വലി എന്താണ് ഓസ്വാൾഡ്സ് ഡൈല്യൂഷൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ Ka എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? നമ്മളെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എത്ര തന്നിട്ടുണ്ട്? ഈ Ka എന്ന് പറയുന്നതാണ് ആക്ച്വലി അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന വാല്യൂ.
നമ്മളെ ഫീനോളൊക്കെ ഒരു അസിഡിക് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് നമ്മളിതിനൊരു ആസിഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് KB എന്താണ് എന്താണ് ബേസസിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ആസിഡിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് അല്ല നമ്മൾ KA ആണ് ഉപയോഗിക്കുക. അതെത്ര തന്നിട്ടുണ്ട് 1 × 10⁻⁻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 
ഇത് 2.24 into 10⁻6 മൈനസ് 10⁻6 മോളാർ കിട്ടും. അപ്പോൾ വെൻ മിക്സ്ചർ കണ്ടെയ്ൻ 0.05 മോളാർ ഫീനോൾ ആൻഡ് 0.01 ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഫീനോളേറ്റ് അല്ലെങ്കിൽ ഫീനോക്സൈഡ് അയോൺ ഫ്രം സോഡിയം ഫീനോളേറ്റ്, ദെൻ കെ എ ഈസ് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസറായി. അതെത്ര കിട്ടി? ഈ പറഞ്ഞ എന്തായാലും നമ്മളോട് കാണാൻ പറഞ്ഞത് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഇത്ര കിട്ടി. അടുത്തത് എന്താണ്, രണ്ട് കണ്ടീഷൻ തരുന്നുണ്ട്. ഫീനോളിൻ്റെ കോൺസെൻട്രേഷൻ ഇത്ര, ഫീനോളേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇത്ര. അന്നേരം എന്ത് കണ്ടുപിടിക്കണോ? ഈ പറഞ്ഞ ഈ H3O+ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കെ എ അറിയാം, ഇതിനെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഇതിന് തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കണം. ജസ്റ്റ് ഇത് റീഅറേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ കെ എന്ന് പറയുന്നത് 1 into 10⁻10 ഡിവൈഡ് ബൈ ഈക്വൽ ടു ഇതിൻ്റെ എത്ര കോൺസെൻട്രേഷൻ എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓൾറെഡി 0.01 മോളാർ ഇൻറ്റു ഇതറിയില്ല, അതുകൊണ്ട് ഒരു എക്സ് ആയിട്ട് എടുക്കുക, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ കോൺസെൻട്രേഷൻ 0.05 മോളാറെല്ലാം ക്യാൻസൽ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ യൂണിറ്റ്സ് ഒന്നും എഴുതുന്നില്ല. ഈ എക്സ് കിട്ടണമെങ്കിൽ ഇതിന് ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കോ 0.01 താഴെ പാതാളത്തേക്ക് പറഞ്ഞേക്കോ. അപ്പോൾ 0.05 into 10⁻10 ഡിവൈഡഡ് ബൈ 0.01 അങ്ങനെയാണല്ലോ. എക്സ് കിട്ടണമെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന് താഴെ ഡിവൈഡ് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു കാര്യം ചെയ്യുക, 5 into 10⁻2 into 10⁻10 ഡിവൈഡഡ് ബൈ 10⁻2. അപ്പോൾ ഈ 10⁻2 ക്യാൻസൽ, 5 into 10⁻10 മോളാർ ബാക്കിയായി. H3O+ എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ സി ആൽഫയാണ്. ഓക്കെ, സി ആൽഫയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 5 into 10⁻10. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞ ആക്ച്വലി ഇതിൻ്റെ കോൺസെൻട്രേഷൻ അല്ല, ഏതാ വേണ്ടത്? ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. നിങ്ങൾ ക്വസ്റ്റ്യനെ ശ്രദ്ധിച്ച് വായിച്ചതിന് മനസ്സിലാവും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷനാണ് വേണ്ടത്. ഓക്കെ, എന്നോട് പറഞ്ഞാൽ മാറിപ്പോയി. അപ്പോൾ എന്താണ് ഈ കോൺസെൻട്രേഷൻ ഓഫ് ഈ പറഞ്ഞ H3O+ സി ആൽഫ. അപ്പോൾ ഈ സാധനം തന്നിട്ടുണ്ടല്ലോ കോൺസെൻട്രേഷൻ, തന്നിട്ടുണ്ടെന്നല്ല, നമ്മളിപ്പം കണ്ടുപിടിച്ച ഇക്വേഷൻ വെച്ചിട്ട് കോൺസെൻട്രേഷൻ അറിയാം, ആൽഫ അറിയില്ല. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ താർപ്പണേക്ക് അപ്പോൾ എന്താണ് 5 into 10⁻10 ഡിവൈഡഡ് ബൈ സി. കോൺസെൻട്രേഷൻ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? ഈ പറഞ്ഞ 0.05 മോളാർ. ഇതാ 0.05 മോളാർ സൊല്യൂഷൻ ഓഫ് ഫീനോൾ. നമ്മൾ അതായത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ എത്ര തന്നിട്ടുണ്ട്? 0.05 ഇത്. അപ്പോൾ 5 into 10⁻10 ഡിവൈഡ് ബൈ 0.05 ഇതിന് ആൽഫ കിട്ടും. 5 into 10⁻10 ഡിവൈഡ് ബൈ എന്താണ് 5 into 10⁻2. ഇത് മുകളിലേക്ക് പോകുന്നത്, ഇത് 5 ക്യാൻസൽ, 10⁻10 into 10 സ്ക്വയർ ഇത് 10⁻8. അപ്പോൾ 1 into 10⁻8. ദിസ് വിൽ ബി ദ വാല്യൂ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇതായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കാം.